Hi kids, today we are going to study division of decimal numbers. First we discuss about division by 10, 100 and 1000. For example, divide 32.16 by 10. When we divide a decimal by 10, we shift the decimal point one place to the left. 32.16 divided by 10, we get the answer. Shift the decimal point one place left. Okay, here is 2 digits. Shift the one decimal point to the left. We get answer 3.216. Okay. Next, 32.16 divided by 100. Shift the decimal point 2 place left. Here only 2 digits. That digits shift the left side. Okay, we get answer 0.3216. Next, 32.16 divided by 1000. Okay, we get the answer. Here only 2 digits. We put the 0, 3216. We get the answer 0.03216. Okay, നമ്മൾ എന്താ ചെയ്തത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ നമ്പർ നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. 100 കൊണ്ടാണെങ്കിൽ 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. 1000 കൊണ്ടാണെങ്കിൽ 3 പ്ലേസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ എന്താ പഠിച്ചിരുന്നത് 1 പ്ലേസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലേ? അത് നേരെ ഓപ്പോസിറ്റാണ്. നെക്സ്റ്റ് വി ഡിസ്കസ് ഡിവിഷൻ ഓഫ് എ ഡെസിമൽ നമ്പർ ബൈ എ whole numbers. For example, 4.4 divided by 2. Here dividend is a decimal number, divisor is a whole number. Okay, there are two methods. Okay, there are two methods. First one is the direct division method and second one is using fraction. Let us both part in each. In the first method, 4.4 divided by 2. ഡയറക്റ്റ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യില്ലേ അതേ മെത്തേഡ് തന്നെയാണ്. 6.4 ഡിവൈഡ് ബൈ 2. 6 ഡിവൈഡ് ബൈ 2, 3. 3 into 2, 6. 6 minus 6, 0. Okay. Next step is to divide the decimal place. Decimal place in the ഭാഗത്തുള്ളത് ഇനി ഡിവൈഡ് ചെയ്യണം. Before that, make sure you put the point of the quotient. ഇവിടെ നമ്മൾ 6 കഴിഞ്ഞാൽ പിന്നെ പോയിന്റ് ഡെസിമൽ പാർട്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ്സ് quotientലും ഇടണം. Okay. Now continue the division, the decimal place. 4 divided by 2, we get 2. 2 into 2, 4. Remainder is 0. We get the answer 3.2. Okay. Same question നമുക്ക് സെക്കൻഡ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. സെക്കൻഡ് മെത്തേഡ് ഇതാ, യൂസിങ് ഫ്രാക്ഷൻ മെത്തേഡ്. 6.4 divided by 2. First we change both the numbers into the fraction. 6.4 പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 ഡിജിറ്റ്സ് അല്ലേ? 1 ഡിജിറ്റ്സ് ആകുമ്പോൾ നമ്മൾ ഈ നമ്പറിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 1 0 ഉള്ള നമ്പർ എത്രയാണ്? 10. ഓക്കെ, അപ്പോൾ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം 64 by 10 divided by 2. We know that 2 equal 2 by 1. ഇപ്പോൾ ഈ രണ്ട് നമ്പറിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി ചേഞ്ച് ചെയ്തു.
ഓക്കെ, നമുക്ക് ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്ത് രണ്ട് ഫ്രാക്ഷൻ നമ്പറിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഓർക്കുന്നുണ്ടോ? ഹൗ ടു ഡിവൈഡ് ടു ഫ്രാക്ഷൻ നമ്പേഴ്സ്. ഫസ്റ്റ് ഫ്രാക്ഷൻ ഈസ് സ്റ്റിൽ ഹിയർ 64 by 10. Change the division sign to the multiplication sign, okay, and reciprocal of the second fraction 1 by 2. Simplify 6 by 2, 3, 4 by 2, 2. We get 32 by 10. Okay, 32 by 10. Shift the decimal point 1 place left. We get the answer 3.2. Okay, 1 place left in നമ്മൾ പോയിൻറ്റ്സ് ഇട്ടുകൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 3.2. ഈ രണ്ട് മെത്തേഡിലും നമുക്ക് ആൻസർ എപ്പോഴും ചെയ്യാൻ പറ്റില്ല. Direct division will only work in two cases. Case 1, dividend is decimal number and divisor is a whole number. അതായത് dividend decimal numberും divisor whole number മാത്രം divisor whole number ആണെങ്കിൽ ഡയറക്റ്റ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ സെക്കൻഡ് കേസ് റിമൈൻഡർ മസ്റ്റ് കം ഔട്ട് ബി 0. അതായത് റിമൈൻഡർ മസ്റ്റായിട്ട് 0 ആയിരിക്കണം. ഓക്കെ, അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ 2 ഡിവൈഡ് ബൈ 6.4 എന്നാണെങ്കിൽ നമുക്ക് ഈ ഡയറക്റ്റ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഡിവിഡൻഡ് വോൾ നമ്പറും ഡിവൈസറാണ് ഡെസിമൽ നമ്പറും ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡയറക്റ്റ് ഡിവിഷൻ മെത്തേഡ് നമ്മൾ ഒരു സ്ഥലത്തും യൂസ് ചെയ്യേണ്ട, കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും യൂസിങ് ഫ്രാക്ഷൻ മെത്തേഡ് മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് മെത്തേഡ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മെത്തേഡും പറഞ്ഞത്. നമുക്ക് യൂസിങ് ഫ്രാക്ഷൻ മെത്തേഡ് മാത്രം പഠിക്കുക. ഈ ഡയറക്റ്റ് ഡിവിഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ട, കാരണം അത് എല്ലായ്പ്പോഴും ശരിയാവില്ല. ഓക്കെ, അതിന് രണ്ട് കേസ് ശരിയായെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ യൂസിങ് ഫ്രാക്ഷൻ മെത്തേഡ് മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, division of a decimal number by another decimal number. Here is only one method, that is using fraction method. For example, 25.5 divided by 0.5. Change both numbers into the fractions. Okay, here 1 digits divided by 10. Okay, divide by, here is one digit divided by 10, 5 by 10. We have already learned how to divide two fraction numbers. First fraction is still here, and change the division sign to the multiplication sign and reciprocal of the second fraction. 10 by 5. Simplify. 10 cancel. 5, 25, 5, 1. We get the answer 51. Clear? Next example, 3.25 divided by 0.5. First we change both numbers to the fractions. Okay, here 2 digits divide by 100. 325 divided by 100 divided by, where only one digit, 5 by 10.
puts first fraction to 325 by 100. Change the division sign to the multiplication sign and the second fractions the reciprocals. Okay, 10 by 5. 10 and 1 0 is cancelled. Okay, 5 32 6 5 30 2 remainder 25 and 5 cancel 5 we get 65 by 10. Okay, how to divide 65 by 10? Shift the decimal points one place to the left. We get the answer 6.5. Okay, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്താ ചെയ്യുക? 1 പ്ലേസ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, now let us solve exercise number 2.7. First question, find 4.8 divided by 10. When we divide a decimal by 10, we shift the decimal point one place to the left. We get the answer 0.48. One place ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 52.5 divided by 10. We get the answer. Shift the decimal point one place left. We get answer 5.25. ഒരു പ്ലേസ് നമ്മൾ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഹിയർ ഈസ് നോ ഡിജിറ്റ്. Put the 0.07. Next question, 272.23 divided by 10. We get the answer 27.223. ഈ 2നെ നമ്മൾ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2.7 ഡിവൈഡ് ബൈ 100. എത്ര സ്പേസ് ഷിഫ്റ്റ് ചെയ്യണം? ഷിഫ്റ്റ് ദ ഡെസിമൽ പോയിൻറ്റ് 2 പ്ലേസ് ലെഫ്റ്റ്. ഇവിടെ 1 പ്ലേസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടിൽ ഒരു 0 ഇട്ട് കൊടുക്കും. 0 2 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 0.78 ഡിവൈഡ് ബൈ 100. ഇവിടെ ഒരു ഡിജിറ്റ്സും ഇല്ല. അപ്പം നമ്മൾ 2 0 ഫ്രണ്ടിലിട്ട് കൊടുക്കും. 0.0078. Next question, 432.6 divided by 100. Shift the decimal point 2 place left. We get the answer 4.326. Next question, 7.9 divided by 100. Here only one digits. Put the 0. 0.079. Next question, 38.53 divided by 1000. Shift the decimal points 3 places to the left. Here is 2 digit. Put the 0 in front of 3. 0.03853. Next question, 128.9 divided by 1000. Here is 3 digits. 0.1289. Next question, 0.5 divided by 1000. Here is no digits. Put the 3 0 and is 5. Answer 0.0005. Clear? 0.4 divided by 2. Here
Dividend is decimal number and divisor is whole number. We can using the second method using fraction method. Okay. First we change both numbers into the fraction. 4 by 10 divided by, we know that 2 equal 2 by 1. We have already learned how to divide two fraction numbers. First fraction is still here, and change the division sign to the multiplication sign and the reciprocal of the second fraction. We simplify this 2, we get 2 by 10. We get the answer 0.2. Okay. Next question. 2.48 divided by 4. First we change the both numbers into the fractions. Here is after the decimal 2 digits. We divide the 100. 248 divided by 100 divided by 4 by 1. 248 divided by 100 into 1 by 4. We can simplify 24 divided by 4, 6. 8 divided by 4, 2. We get 62 by 100. Okay. Shift the decimal point 2 place the left. Okay. 0.62. Okay. 2 place shift ചെയ്തിട്ട് points ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. Third question. Change the both numbers into the fraction. 6512 divided by 10 divided by 4 by 1. 6512 by 10 into 1 by 4. Reciprocal of 4 by 1 equal, we can simplify 6 1, 2 is remainder 25, 6 1 remainder 12, 2 8, 3 remainder, okay, 32 8. We get 1628 divided by 10. Shift the decimal point 1 place to the left. We get the answer 162.8. Clear? Next question. 14.49 divided by 7. Change the both numbers into the fraction. 1449 divided by 100. ഇവിടെ 2 digits അല്ലേ, അപ്പോൾ 100 divided by 7 by 1. ഇപ്പോൾ രണ്ട് നമ്പേഴ്സും ഫ്രാക്ഷൻസ് ആയി. നമ്മൾ രണ്ട് ഫ്രാക്ഷൻ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. എന്താ, ഫസ്റ്റ് ഫ്രാക്ഷൻ അതുപോലെ തന്നെ എഴുതും. ഓക്കെ. എന്നിട്ടോ ഡിവിഷൻ എന്നുള്ള സൈനിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സൈനാക്കി മാറ്റും. ഈ സെക്കൻഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുക്കും. റെസിപ്രോക്കൽ പറഞ്ഞാൽ ഫ്ലിപ്പ് ഓവർ ഇറ്റ്, അതായത് തല തിരിച്ച് ചെയ്ത് 1/7 ആവും. ഓക്കെ. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. 7 14 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം. 4 പോവോ? ഇല്ല. അപ്പോൾ 0 ഇടും. പിന്നെ 49 49 എത്ര പ്രാവശ്യം പോവും? 7. അപ്പോൾ എത്ര നമുക്ക് കിട്ടി? 207/100. 100നെ ഡിവൈഡ് ചെയ്യാൻ നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? 2 പ്ലേസ് ലെഫ്റ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത്
ഓക്കെ, ഷിഫ്റ്റ് ദ ഡെസിമൽ പോയിൻറ്റ് 2 പ്ലേസസ് ടു ദ ലെഫ്റ്റ്. അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടി? 2.07. ക്ലിയർ? Next question, 7 divided by 3.5. Look at this question. Here, dividend is a whole number and divisor is a decimal number. In this question, not using method 1, direct division method. Okay. In this type of question, only using fraction method. Clear? അതായത് ഫസ്റ്റ് whole number വരികയാണെങ്കിൽ സെക്കൻഡ് ഡിവൈസർ ഡെസിമൽ നമ്പറും വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ പഠിച്ചില്ല ഡയറക്റ്റ് ഡിവിഷൻ മെത്തേഡ് എന്നുള്ള ആ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ ഡയറക്റ്റ് ഡിവിഷൻ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട, ഫ്രാക്ഷൻ മെത്തേഡ് മാത്രം യൂസ് ചെയ്താൽ മതി. ഫ്രാക്ഷൻ മെത്തേഡ് എല്ലാ സ്ഥലത്തും നമുക്ക് അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഡയറക്റ്റ് ഡിവിഷൻ മെത്തേഡ് അപ്ലിക്കബിൾ ആയത് ഡിവിഡൻഡ് ഡെസിമൽ നമ്പറും ഡിവൈസർ വോൾ നമ്പറും ആവണം. പിന്നെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, റിമൈൻഡർ 0 ആയിരിക്കണം. നോട്ട് 0 ആണ് കിട്ടണമെങ്കിൽ നമ്മളെ ഡിവിഷൻ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? വി ചേഞ്ച് ബോത്ത് നമ്പേഴ്സ് ഇൻ ടു ദ ഫ്രാക്ഷൻ. 7/1 ഡിവൈഡ് ബൈ, ഹിയർ ഈസ് 1 ഡിജിറ്റ്, 35/10. 7/1 into 10/35. 7 and 35 is cancel, simplified. 5 into 7, 35. Okay, we get 10/5. 10/5 equal 2. We get the answer 2. Next question, 36 divided by 0.2. First, we change the both numbers into the fraction numbers. 36/1 divided by 2/10. First fraction still here, and change the division sign to the multiplication sign and second fraction's reciprocal. Okay. 2 remainder 1, 16, 8. We get 18 into 10. Okay, divided by 1 into 1. 1 into 1, 18 into 10, 180. We get the answer 180. Next question, 3.25 divided by 0.5. Here 2 numbers in decimal number. First, we change the both numbers to the fraction. 325 divided by, here 2 digits, divided by 100, divided by, here is 1 digit, 5 divided by 10. Okay, first fraction still here, and change the division sign to the multiplication sign and the reciprocal of the second fraction, 10/5. Okay, ഈ 10ഉം ഇതിത്തെ 10ഉം ക്യാൻസലായി. ഓക്കെ, 5ഉം 5 30 ആവും. 30ക്ക് എത്ര 5 ഉണ്ട്? 6. 5, 2 റിമൈൻഡർ ഉണ്ട്. അപ്പോൾ 25 ആയി. 25 divided by 5. We get 65/10. This 10. We get the answer 6.5. Clear? Next question, 0.5 divided by 0.25. First, we change both numbers into the fraction. 5/10 divided by 25/100. Okay, first fraction still here,
and change the division sign to the multiplication sign and second fractions reciprocal. Okay, this 10 ഇവിടുത്തെ 10 10 into 10 അല്ല 100, ഇവിടുത്തെ ഒരു 10 ക്യാൻസലായി. ഈ 5 ഈ 5 25 ക്യാൻസലായി. 25 divided by 5 5. We get 1 into 10 divided by 1 into 5. We get 10 by 5 equal 2. Next question, 30.94 divided by 0.7. First we change the numbers into the fractions. 3094 divided by 100. ഇവിടെ 2 digits ആണ് 100. Divided by 7 by 10. ഇവിടെ 1 digit ഉള്ളൂ, അതുകൊണ്ട് 10. First fraction still here. And change the division sign to the multiplication sign and second fractions reciprocal. This 10ഉം ഇവിടെയുള്ള ഒരു 10ഉം ക്യാൻസലായി. 7ഉം 30യിൽ എത്ര 7 ഉണ്ട്? 4 7 28. 28ന് എത്ര 7? 2 റിമൈൻഡർ ഉണ്ട്. 29 ആവും. വീണ്ടും 4 തന്നെ. 29ൽ 1 റിമൈൻഡർ ഉണ്ട്. 14 ആവും. 14ൽ 2. അപ്പോൾ എത്ര കിട്ടി? നമുക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 442 by 10. ഈ 10ഉം കൂടിയും കിട്ടി. നമ്മൾ 10 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഇപ്പം നമുക്ക് shift the decimal point 1 place to the left. We get the final answer 44.2. Clear? Next question, 2.73 divided by 1.3. First we change the both numbers into the fractions. Divided by 100 divided by 13 by 10. First fraction still here. Change the division sign to the multiplication sign and the reciprocal of the second sign. Simplifying 10ഉം cancel ആയി പോയി. പിന്നെ 13ലും 2 13 26 വരും. 1 റിമൈൻഡർ ഉണ്ട്. 13ൽ 1 പ്രാവശ്യം. അപ്പോൾ എത്ര? 21 divided by 10 വരും. നമ്മൾ എന്താ ചെയ്യാം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ shift the decimal point 1 place to the left. We get the answer 2.1. Clear? Next question, a car covers a distance of 89.1 km in 2.2 hours. What is the average distance covered by into 1 hour? എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ആൻസർ, given that distance covered by a car 0.1 kilometer. Time required to cover the distance 2.2 hours. 2.2 hours. Okay. The distance covered by into 1 hours equal 89.1 divided by 2.2. അതായത് ടോട്ടൽ പോയ ഡിസ്റ്റൻസിനെ തന്നിരിക്കുന്ന ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ ഈ രണ്ട് നമ്പേഴ്സും ഡെസിമൽ നമ്പറാണ്. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് വി ചേഞ്ച് ദ ബോത്ത് നമ്പേഴ്സ് ഇൻ ടു ദ ഫ്രാക്ഷൻസ്. 891 divided by 10 divided by 22 divided by 10. Okay. First fraction still here. We change the division sign to the multiplication sign and the reciprocal of the second fractions. This 10ഉം this 10ഉം cancel ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എത്ര ഇപ്പോൾ കിട്ടിയത്? 891 by 20. ഡയറക്റ്റ് ഡിവിഷൻ ചെയ്യാണ്. 22ൽ എത്ര പ്രാവശ്യം പോകുന്നതിൽ? 4
88 കിട്ടും. 189 minus 88 1 this one to 11ൽ പോവില്ല. അപ്പോൾ നമ്മൾ ഒരു 0 ഇവിടെ ഇടും, ഈ 0 ഇങ്ങോട്ട് ഇടും. 110ൽ എത്ര പ്രാവശ്യം പോവും? 110ൽ 5. ഇവിടെ ഒരു പോയിൻറ്റ്സ് ഇടും. 11ൽ പോവില്ല, അപ്പോൾ നമ്മൾ ഒരു 0 ഇട്ടു കൊടുത്തു. ഇവിടെ ആ 0 ഇവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് 110 ആയി. 110ൽ എത്ര പ്രാവശ്യം 22 പോവും? 22 into 5 10 10 22 into 5 എത്ര പ്രാവശ്യം വന്നു? 110 വരും. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര? 40.5 കിലോമീറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ? We get so the distance covered by into 1 hour equal 40.5 kilometer. Clear? Next question. A vehicle covers a distance of 43.2 kilometer in 2.4 liters of petrol. How much distance will it cover in 1 liter of petrol? Answer. Given that total distance covered by a vehicle in 2.4 liter of petrol equal 43.2 kilometers. Distance covered in 1 liter of petrol equal 43.2 divided by 2.4. Okay, here two numbers are decimal numbers. First we change both numbers into fractions. 432 divided by 10 divided by 24 divided by 10 equal first fraction still here. Change the division sign to the multiplication sign and the reciprocal of the second fraction. Simplify. 10 10 cancel. 24 1 43 224 equal 48. 124 43 minus 24 equal 13 9 19 remainder 19 19 plus 2 192. 192 is 192 divided by 24 equal 8. 24 into 8 8 into 4 32 remainder 3 8 into 2 16 17 18 19 192. We get answer 18 kilometers. Okay, therefore total distance covered in 1 liter of petrol equal 18 kilometer. Clear?